ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് RIE CEE 2025 കുറിച്ചാണ്. NCERT അതായത് ദ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT ആണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷനായ RIE CEE എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. ആ ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് അജ്മർ, ഭോപ്പാൽ, RIE ഭുവനേശ്വർ, മൈസൂർ ആൻഡ് ഷിലോങ് എന്നീ സ്ഥലങ്ങളിൽ വെച്ചാണ് നടക്കുക. അത് ഇൻ്റഗ്രേറ്റഡ് BEd MAd BSc BEd 4 years, BA BEd 4 years, MSc ED 6 years എന്നീ കോഴ്സുകളാണ് ഈ ഒരു എൻട്രൻസ് എക്സാം വഴി നമുക്ക് ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ UG കോഴ്സസായ BEd 2 yearsഉം BEd MAd 2 yearsഉം നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സസായിട്ട് ഇന്ത്യയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഹോളിസ്റ്റിക് ടീച്ചിങ് മെത്തഡോളജീസ്, ചൈൽഡ് സൈക്കോളജി ആൻഡ് ഇന്നോവേറ്റീവ് പ്രാക്ടീസസും നമുക്ക് ഈ ഒരു NEP വഴി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ബുള്ളറ്റിനിൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഈ ഒരു RIE-CEE എന്ന് പറയുന്ന എക്സാം എഴുതിക്കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് NCERT ആണ്. അതിൻ്റെ എക്സാം ഫ്രീക്വൻസി ആനുവലി ആയിരിക്കും. എക്സാം ലെവൽ നാഷണൽ ലെവലായിരിക്കും. അതിൻ്റെ കോഴ്സസും UGയും PGയും ലെവലായിരിക്കും. സോ ആ ഒരു കോഴ്സസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് BSc BEd, BA BEd, MSc BEd, BEd MAd ഇൻ്റഗ്രേറ്റഡ്. നമ്മൾ എക്സാം എഴുതുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അതിൽ 36 ടെസ്റ്റുകളായിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സാം ഹെൽപ്പ് ഡെസ്ക് നമ്പർ കാണുവാനായിട്ട് സാധിക്കും. 082125015002 ആണ്. എക്സാം വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. cee.ncert.gov.in ആണ്. സോ നമ്മൾ എന്തിനാണ് RIE-CEE എക്സാം ക്ലിയർ ചെയ്യുന്നതെന്ന് ഈ ഒരു ബുള്ളറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ പർപ്പസ് ഓഫ് RIE-CEE എക്സാം ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ CBSE affiliated schools through innovative pre-service and in-service teacher education programs and appropriate research, development and extensive initiatives. The purpose is to maintain a high standard of education and teaching quality and assess the aptitude and teaching potential of candidates who aspire to become teachers. Clearing this exam provides access to top-notch training facilities, fostering skilled educators to shape the future of India's education system. സോ ഇതിൻ്റെ ഡ്യൂറേഷനും ഇതിൻ്റെ കോഴ്സ് ഓഫർ ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. RIE-CEE കോഴ്സസും ഡ്യൂറേഷനും അതിൻ്റെ സെൻറ്ററും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് BEd MAd ആണ്. സോ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 years ആണ്. സോ അത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനായ RIE ഭോപ്പാലാണ് ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത്. സോ RIE ഭോപ്പാലിൽ നമുക്ക് 3 years ഇൻ്റഗ്രേറ്റഡ് BEd MAD ചെയ്യുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് 4 years ആയിട്ടുള്ള BSc BEd 4 years കോഴ്സ് ചെയ്യാനായിട്ട് RIE അജ്മർ, RIE ഭോപ്പാൽ, RIE ഭുവനേശ്വർ, RIE മൈസൂർ ആൻഡ് പ്രാരംഭ് എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു കോഴ്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ BA BEd അത് 4 years ഡ്യൂറേഷൻ ആണ്. സോ അത് നമുക്ക് RIE അജ്മർ, RIE ഭോപ്പാൽ, RIE ഭുവനേശ്വർ, RIE മൈസൂർ ആൻഡ് RIE പ്രാരംഭിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ BSc ED അത് 6 years ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. അത് നമുക്ക് RIE മൈസൂരിൽ മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം BEd അത് 2 years ആണ്. സോ അത് UG കഴിഞ്ഞവർക്ക് ചെയ്യുവാനായിട്ടാണ് ഈ 2 year കോഴ്സ് വെച്ചിരിക്കുന്നത്. അത് RIE അജ്മർ, RIE ഭുവനേശ്വർ, RIE മൈസൂർ ആൻഡ് RIE ഷിലോങ്ങിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ MAd 2 years ആണ്. RIE അജ്മർ, RIE ഭോപ്പാൽ, RIE ഭുവനേശ്വർ ആൻഡ് RIE മൈസൂർ ഇതിലൊക്കെയാണ് നമുക്ക് ഈ ഒരു MAd 2 year UG പ്രോഗ്രാം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കോഴ്സസും RIE ഭോപ്പാലിലും മൈസൂരിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് എക്സാം ഡേറ്റ്സ് കാണുവാനായിട്ട് സാധിക്കും. RIE-CEE 2025 രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് 2025 ആയിരിക്കും. RIE-CEEയുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത് ജൂൺ 2025 ആയിരിക്കും. അതുപോലെ തന്നെ RIE-CEE എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ജൂൺ 2025 ആയിരിക്കും. അതിൻ്റെ റിസൾട്ട് അതായത് BSc BEd, BA BEd, MSc EDൻ്റെ റിസൾട്ട് വരുന്നത് ജൂലൈ 2025 ആയിരിക്കും. നമ്മുടെ ആ ഒരു അഡ്മിഷൻ്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ BEd MAdൻ്റെ റിസൾട്ട് വരുന്നത് ജൂലൈ 2025 ആയിരിക്കും. സോ ഇതൊക്കെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്. RIE-CEE 2024 ഡേറ്റ്സ് വെച്ച് ഡേറ്റ്സ് ഫിക്സ് അല്ല, ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതാണ്. RIE-CEE എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. As per the official eligibility criteria prescribed by NCERT for RIE-CEE, applicants must have completed their 12th from a recognized board with a minimum of 50 marks. So നമ്മൾ 12th ക്ലാസ് 50% മാർക്കോട് കൂടി തന്നെ പാസ്സായിരിക്കണം ഫോർ ജനറൽ കാറ്റഗറീസ് കാൻഡിഡേറ്റ്സ് ആൻഡ് 45% ഫോർ SC ST OBC കാറ്റഗറീസ്. 50% ജനറൽ കാറ്റഗറിക്കും 45% SC ST OBC കാറ്റഗറീസിനുമാണ്. There is no specific age limit for candidates apply for undergraduate programs through RIE-CEE 2024. ഒരു ഏജ് ലിമിറ്റ് തന്നെ നമുക്കിവിടെ
ഇല്ല എന്നാണ് പറയുന്നത്. ഹവർ കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് മസ്റ്റ് അപ്പിയർ ടു ദ ഏജ് ക്രൈറ്റീരിയ സ്പെസിഫൈഡ് ബൈ ദ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫറിംഗ് ദ കോഴ്സസ്. സോ നമുക്കിനി അതിൻ്റെ പ്രോഗ്രാമും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും നോക്കാം. സോ BSc B.Ed ചെയ്യാവുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫോർ ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പ് സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് പാസ്ഡ് വിത്ത് 10+2 വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് getting at least 50% mark in aggregate, 40% for SC, ST, PWD in 2022, 23 or 2024. അതായത് 2024, 2023, 2022 അക്കാഡമിക് ലെവലിൽ നമ്മൾ 10+2 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ സബ്ജക്റ്റുകളിൽ 50% മാർക്ക് കൂടി നമ്മൾ പാസ്സായിരിക്കണം. ഫോർ ബയോളജിക്കൽ സയൻസ് ഗ്രൂപ്പ് സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് പാസ്ഡ് Class 10+2 with physics, chemistry and biology or biotechnology scoring a minimum of 50 marks in aggregate, 45% for SC, ST and PWD. ബയോളജിക്കൽ സയൻസ് ഗ്രൂപ്പിന് നമുക്ക് 10+2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് എടുക്കേണ്ടത്. ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ മിനിമം 50% മാർക്സും 45% SC, ST, PWDക്കാണ്. അതിന് B.Ed, BA, B.Ed, BA.Ed, BSc B.Ed, BSc Ed, BLEd with a bachelor's degree in arts അല്ലെങ്കിൽ സയൻസ് വിത്ത് 50% മാർക്ക്. നമ്മൾ MSc Ed ചെയ്യാനാണെങ്കിൽ ക്വാളിഫൈഡ് പ്ലസ് 10+2 വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് എ മിനിമം ഓഫ് 50% മാർക്ക്, 45% ഫോർ SC, ST ആൻഡ് PWD. പിന്നെ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് RICEൻ്റെ എക്സാം പാറ്റേൺ ആണ്. സോ നമുക്ക് ടോട്ടൽ 3 സെക്ഷൻസ് ആണ് ഈ ഒരു എക്സാമിൽ വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ്. സോ അത് ഇംഗ്ലീഷ് ആയിരിക്കും. 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ടോട്ടൽ മാർക്ക് 40 ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 60 ടോട്ടൽ മാർക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. റീസണിങ് അബിലിറ്റിക്ക് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ടോട്ടൽ 60 മാർക്കായിരിക്കും കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് ടോട്ടൽ എല്ലാ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡും റീസണിങ് അബിലിറ്റി എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 മാർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത് ഫുൾ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 160 മാർക്സ് ആയിരിക്കും. 160 മാർക്കിനായിരിക്കും നമ്മൾ ഈ പരീക്ഷ ഫുള്ളായിട്ടും എഴുതുവാനായിട്ട് പോകുന്നത്. അതിൽ 80 ക്വസ്റ്റ്യൻസ് കാണും. അതിന് മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് ഓരോരോ കറക്റ്റ് ആൻസറിന് നമുക്ക് 2 മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ദെയർ ഈസ് എ നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 0.5 മാർക്സ് ഇൻ ദ RICE എക്സാം. 0.5 മാർക്സ്, അതായത് അര മാർക്ക് നെഗറ്റീവ് മാർക്ക്, അതായത് ഓരോ തെറ്റുത്തരത്തിനും അര മാർക്ക് വെച്ച് കുറയുമെന്നാണ് ഇവിടെ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ദെയർ ഈസ് എ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ 0.5 മാർക്സ് ഇൻ RICE എക്സാമിനേഷൻ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യുക.